വികൃതി കുട്ടികൾ അധിക്ഷേപിച്ചു. മാപ്പ് നൽകി ഒപ്പം ചേർക്കാം. പുതിയ ഇൻസ്റ്റഗ്രാം വീഡിയോയുമായി നരേന്ദ്രമോദി. ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിനിടെ തനിക്കെതിരെയും അന്തരിച്ച തൻ്റെ മാതാവിനെതിരെയും ഉയർന്ന അധിക്ഷേപങ്ങളിൽ പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വെള്ളിയാഴ്ച രാത്രി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം നിലപാട് അറിയിച്ചത്. സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തിന് ചേരാത്തതും അങ്ങേറ്റം മോശവുമായ പദപ്രയോഗങ്ങളാണ് പ്രതിഷേധത്തിനിടെ യുവാക്കൾ പറഞ്ഞതെന്നും അത് ലോകം മുഴുവൻ നേരിട്ട് കണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇവരോട് ക്ഷമിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത്. യുവാക്കളെ ശിക്ഷിക്കുന്നതിലല്ല, മറിച്ച് അവരെ നേർവഴിക്ക് നയിക്കുന്നതിലാണ് കാര്യമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിഷേധത്തിൽ പങ്കെടുത്ത കുട്ടികൾ ഇത്തരത്തിലുള്ള ഭാഷ ഉപയോഗിച്ചത് സമൂഹത്തിൽ വലിയൊരു സാംസ്കാരിക ആഘാതമാണ് നൽകിയിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വഴിതെറ്റിപ്പോയ വികൃതി കുട്ടികളാണ് ഇവരെന്നും അവരെ കോടതികൾ കയറ്റുന്നതോ സമൂഹത്തിൽ അപമാനിക്കുന്നതോ പീഡിപ്പിക്കുന്നതോ അവരുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടാക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെറ്റുകൾ തിരുത്താൻ അവസരം നൽകേണ്ട പ്രായമാണ് കുട്ടിക്കാലമെന്നും സമൂഹത്തിൻ്റെ രോഷം ഇവർക്കെതിരെയുള്ള ശിക്ഷാ നടപടികളായി മാറരുതെന്നും അദ്ദേഹം പറഞ്ഞു. വഴിതെറ്റിയവരെ നേർവഴിക്ക് കൊണ്ടുവരുന്നത് പ്രയാസകരമായ ജോലിയാണെങ്കിലും അത് നാം ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തെറ്റുകളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കായി മുന്നോട്ട് വരാൻ അദ്ദേഹം യുവാക്കളെ ക്ഷണിച്ചു. താൻ ജീവിക്കുന്നത് രാജ്യത്തെ യുവാക്കളുടെ ശോഭനമായ ഭാവിക്ക് വേണ്ടിയാണെന്നും എല്ലാവരും ഒന്നിച്ച് സ്വപ്നങ്ങൾക്കായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അവർ എന്നെയും എൻ്റെ അമ്മയെയും അധിക്ഷേപിച്ചു, പക്ഷെ ഞാൻ അവരോട് ക്ഷമിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. സമൂഹത്തിനുള്ള അമർഷം തനിക്ക് മനസ്സിലാകുമെന്നും എന്നാൽ ഇത് യുവാക്കളെ ചേർത്ത് പിടിച്ച് ശരിയായ വഴിക്ക് നയിക്കേണ്ട സമയമാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ജന്തർ മന്ദറിൽ വെച്ച് അധിക്ഷേപകരമായ വാക്കുകൾ കേൾക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല, മരിച്ചുപോയ അമ്മയെയും അവിടെ അധിക്ഷേപിച്ചു. എന്നാൽ ആക്ഷേപങ്ങൾ ഒരിക്കലും ഒന്നിനും പരിഹാരമാകുന്നില്ല. വഴി തെറ്റിയവരെ നമുക്ക് വഴി കാട്ടാമെന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. നമ്മുടെ നാവ് കടിച്ചാൽ പോലും നമ്മൾ പല്ലുകളെ തള്ളിപ്പറയാറില്ല. രണ്ടും നമ്മുടേതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ യുവജനങ്ങളും നമ്മുടേത് തന്നെയെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തെറ്റുകളിൽ നിന്നും പഠിച്ച് മുന്നേറാൻ യുവാക്കൾ മുന്നോട്ട് വരണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. നമ്മുടെ രാജ്യം മുന്നോട്ട് കുതിക്കുകയാണ്, അവരും അതോടൊപ്പം മുന്നേറണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.